നമസ്കാരം സാർ. ഇപ്പം തന്നെ സംസാരിച്ച് നിർത്തിയത് സാറ് ഞങ്ങളോട് പലതും തുടങ്ങണം എന്നുള്ളൊരു ആഹ്വാനമായിരുന്നു. അതിനോട് തന്നെ ഒരുപാട് നന്ദിയും വളരെയേറെ കടപ്പാടും പറയുന്നു. ഇതുവരെയും കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിമാരും ഒരു മന്ത്രിമാരും ഒരു മേഖലയിലുള്ളവരും അല്ലാത്തത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഗവൺമെൻറ് ഒരു സെക്ടർ, പ്രൈവറ്റ് എല്ലാം ഞങ്ങളവിടെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടാകുന്നത്. ഞാൻ വിദ്യാഭ്യാസ രംഗത്താണ്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്താണ് പ്രത്യേകിച്ച്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അതല്ലെങ്കിൽ മറ്റെല്ലാ തൊഴിലധിഷ്ഠിത മേഖലകളും 6th 7th 8th 9th ക്ലാസ്സുകൾ മുതലുള്ള കുട്ടികളെ കൂടി അതിനകത്ത് തൊഴിൽ പരിശീലിപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു സാങ്കേതിക സംവിധാനം സർക്കാർ തലത്തിലും ഒപ്പം ഈ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് CBSE ICSE കേന്ദ്ര സിലബസോ സ്റ്റേറ്റ് സിലബസിലുള്ള ഹയർ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികളെയും നമുക്ക് കുട്ടികളെ തൊഴിൽ പഠിപ്പിക്കുന്നതിന് കൂടി സംയോജിപ്പിക്കുന്ന രീതി. വെറുതെ വിദ്യാഭ്യാസത്തിന് കരിക്കുലം മാത്രം സയൻസും സോഷ്യൽ സയൻസും മാത്സും ഇംഗ്ലീഷ് ലാംഗ്വേജസും മാത്രം പഠിപ്പിക്കുന്നതിനുപരിയായൊരു കാര്യം. ഇതിനോടൊപ്പം ഒറ്റ കാര്യം കൂടി, നമുക്ക് യഥാർത്ഥത്തിൽ IASഉം IPSഉം IRSും തുടങ്ങിയ 24 മേഖലകളുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് KAS തുടങ്ങി. അതിൻ്റെ അവസ്ഥയൊക്കെ സാറിന് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. നമ്മൾ KAS കണ്ടിന്യൂ ചെയ്യുന്നതിനോടൊപ്പം KES സാറിൻ്റെ മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റിനും കൂടെ തീരുമാനിക്കാവുന്ന നല്ലൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. കേരള എഡ്യൂക്കേഷണൽ സർവീസ്. ആ കേരള എഡ്യൂക്കേഷണൽ സർവീസ് ആരംഭിക്കുകയും അത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും DPI അഥവാ DGEക്ക് പുറമെ 14 ജില്ലകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ജില്ലകളോ തരംതിരിച്ചുകൊണ്ട് 5 6 4 എത്രയാണോ റീജിയണലായിട്ട് തരംതിരിച്ച് അവരുടെ അണ്ടറിൽ സ്കൂളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്കൂളുകളുടെ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ തലം വളരെയേറെ ഉയരങ്ങളിലാവും. അത് തീർച്ചയായിട്ടും അതിലായിരിക്കും നമുക്ക് കേരള മോഡലെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. നന്ദി. ഇത് നമ്മൾ പണ്ട് മുതലുള്ളൊരു ആശയമാണ് വിദ്യാഭ്യാസ മേഖലയെ തൊഴിൽ മേഖലയായി ബന്ധപ്പെടുത്തുന്നത്. പഴയ ആളുകളൊന്നും മോശക്കാരായിരുന്നില്ല. സത്യത്തിൽ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, സ്കൂൾ വിദ്യാഭ്യാസമല്ല, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് കളമശ്ശേരിയിൽ വന്നത്? കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഹെഡ്ക്വാർട്ടേഴ്സായിരുന്നു കളമശ്ശേരി, ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ സ്ഥലം. അപ്പോൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ്, അതായത് അന്നത്തെ കാലത്ത് ഒരു തൊഴിൽ മേഖലയുമായി യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെടുത്താനുള്ള ആശയമായിട്ടാണ് യഥാർത്ഥത്തിൽ വന്നത്. തുടങ്ങിയ കാലത്ത് ഷിപ്പ് ബിൽഡിംഗ് ആണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കോഴ്സ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഷിപ്പ് ബിൽഡിംഗ് പാസ്സായ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്നത് വലിയ ദീർഘവീക്ഷത്തോടു കൂടി ചെയ്താണ്. പിന്നീടും ചെയ്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ നമ്മൾ ആരംഭിച്ചു. പക്ഷെ അത് നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള, അല്ലേ, ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റിയില്ല. ശരിക്കുള്ളൊരു നല്ല പരിചയപ്പെടുത്തലാണ് വേണ്ടത്, ചുറ്റുപാടുമുള്ള വിവിധ തൊഴിൽ മേഖലകളെ ബന്ധപ്പെടുത്താൻ വേണ്ടി. സത്യത്തിൽ അത് കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടും ഇൻഡസ്ട്രിയുമായിട്ടും ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലിങ്ക് ഉണ്ടാക്കി അത് ചെയ്യാൻ നമുക്ക് പറ്റും. പല സ്ഥലത്തും പല സ്ഥാപനങ്ങളിലും പറ്റും, പല രീതിയിൽ പറ്റും. കുട്ടികളെ പരിചയപ്പെടുത്താൻ, താല്പര്യമുള്ളവരാക്കി വരുത്താൻ, ഇൻസ്പയർ ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് ഒരു വിദ്യാഭ്യാസ സ്കീമുണ്ട് എൻ്റെ നിയോജകമണ്ഡലത്തിൽ. ഞാൻ 2005 തുടങ്ങിയത്, 2006 ശേഷം തുടങ്ങിയതാണ് വിദ്യാഭ്യാസ പദ്ധതി, MLAയുടെ വിദ്യാഭ്യാസ പദ്ധതി. അത് ഞാൻ തുടങ്ങി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തി, അക്കാഡമിക് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താനുള്ള പ്രോഗ്രാം നടത്തി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സയൻറ്റിഫിക് ടെമ്പർ, നമുക്കൊരു ശാസ്ത്രബോധം വളർത്തിയെടുക്കാൻ വേണ്ടി കുട്ടികളെ, സയൻസും മാത്സും കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അപ്പോഴാണ് ശാസ്ത്രയാൻ വിക്ഷേപിച്ചത്. ശാസ്ത്രയാൻ എന്ന് പറയുന്നൊരു പദ്ധതി ആരംഭിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം സാഹിബ് വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾക്ക് ഞാൻ ടൂർ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഭയങ്കര അത്ഭുതമാണ് അത് ഉണ്ടായത്. ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡനിൽ, ISROയിൽ, CWRMൽ, യൂണിവേഴ്സിറ്റികളിൽ, ഒരുപാട് സ്ഥലത്ത്. ഒരു കുട്ടി ഇവിടെ ISROയിൽ വന്നല്ലോ, റോക്കറ്റ് ലോഞ്ചിങ് ഉണ്ട്. ഒരു ബാച്ച് അവിടെ നിന്ന് വന്നൊരു ബാച്ച് 2-3 ബസ്സിലായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ ബാലഗംഗാധര സാർ ഞങ്ങളുടെ ഒരു അഡ്വൈസർ കൂടിയായിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ. ആ കുട്ടി എനിക്ക് ഒരു കാർഡ് സാർ, ഞാൻ തിരിച്ചു വന്ന് ഞാൻ വണ്ടിയിൽ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കയറിയപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഭാവിയിൽ സ്പേസ് സയൻറ്റിസ്റ്റ് ആവുമെന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർഡിട്ട്. നിങ്ങൾക്ക് അറിയാമോ, ഞാൻ അഭിമാനത്തോട് പറയുന്ന ആ കുട്ടി ഇന്ന് സ്പേസ് സയൻറ്റിസ്റ്റാണ്. ഞാൻ ഷോക്ക്ഡായി. സത്യത്തിൽ സ്പേസ് സയൻറ്റിസ്റ്റാണ്. അത് കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നതാണ്. താങ്കൾ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ ഈ ചുറ്റുപാടുകളുമുള്ള നമ്മുടെ കരിക്കുലത്തിൻ്റെ അപാകതകൾ നമ്മളെ പരിഹരിച്ച്
കുട്ടികളെ ഒരു പുറം ലോകത്തേക്ക് ഉള്ള വീക്ഷണമുള്ളവരാക്കി നമ്മൾ മാറ്റിയാൽ നമ്മുടെ കുട്ടികളെല്ലാം മിടുമിടുക്കരും മിടുമിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണ്, അല്ലേ? ശരിക്കും ഒരാളിരുന്നു. അപ്പോൾ അവരെല്ലാം വളർന്നു വരുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നമ്മൾ എല്ലാം കൂടി നമ്മുടെ ഒരു ഐഡിയയിൽ ഇതുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ആശയമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് അടിസ്ഥാനപരമായ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിനെ ലിങ്ക് ചെയ്യണം. യൂണിവേഴ്സിറ്റികളെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യണം തീർച്ചയായിട്ടും.